10 കോടി സമ്മർ ബമ്പർ അടിച്ചത് സേലം സ്വദേശിക്ക് ധനലക്ഷ്മി എന്ന പേരിൽ 180 ലോട്ടറി എടുത്ത ഏജന്റ് പാലക്കാട് ഏജൻസിയിലെത്തി. ഭാഗ്യവാൻ എത്തിയെങ്കിലും പേര് രഹസ്യമാക്കി വെക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അടുത്ത ദിവസം ലോട്ടറി വകുപ്പ് ആസ്ഥാനത്ത് എത്തിക്കും. ബി എൽ അരുൺ ചേർന്നു. അരുൺ, പലപ്പോഴും ഈ ലോട്ടറി അടിച്ച ആളെ നമുക്ക് ആദ്യം കാണാൻ കഴിയില്ല. ഏതായാലും ഇന്ന് ലോട്ടറിയായി എത്തിയിരിക്കുന്നു. ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരില്ല അല്ലേ? അഭിലാഷ്, ഈ ആളിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരില്ല. പക്ഷേ എന്തിലും കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് ലോട്ടറി ഭാഗ്യവാൻ 10 കോടിയുടെ സമ്മാനം തമിഴ്നാട്ടുകാരനാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 180 ലോട്ടറി എടുത്തിട്ടുള്ള ധനലക്ഷ്മി എന്ന് പറയുന്ന ഏജന്റ്, സബ് ഏജന്റ് എന്ന് വേണമെങ്കിൽ പറയാം, സബ് ഏജന്റ് ഇപ്പോൾ പാലക്കാട്ടെ കിങ് സ്റ്റാർ ലോട്ടറി കടയിലെത്തി ലോട്ടറിയുടെ പകർപ്പ് കൈമാറിയിട്ടുണ്ട്. അത് പക്ഷേ ഈ കിങ് സ്റ്റാർ ഉടമ പോലും അത് സമ്മതിക്കുന്നില്ല. കാരണം അത്രമാത്രം രഹസ്യമായി വെക്കണം. അതൊരു പക്ഷേ ലോട്ടറി വിൽപ്പനക്കാരും ആ ഏജന്റും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്താണ്. കാരണം അത് അവരുടെ വിശ്വാസ്യത സൂക്ഷിക്കുക എന്നുള്ളതാണ്. തമിഴ്നാട്ടുകാരന് സമ്മാനം അടിച്ചതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ അത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി ആസ്ഥാനത്തെത്തി ഇതിന്റെ രേഖകൾ കൈമാറിയാൽ മാത്രമേ, കാരണം മറ്റൊരു സംസ്ഥാനത്തുള്ള ആളായതുകൊണ്ട് തന്നെ അതിന്റെ രേഖകൾ നോട്ടറിയൊക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും സമ്മാനം അവരുടെ അക്കൗണ്ടിലേക്ക് വരിക. സാധാരണ ഒരു മലയാളിയാണെങ്കിൽ ഒരു പക്ഷേ നേരിട്ട് ബാങ്കിലേക്ക് കൊണ്ടു കൊടുത്താൽ മതിയാവും, അതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ ഇത് തമിഴ്നാട്ടുകാരനായതുകൊണ്ട് തന്നെ ലോട്ടറി ആസ്ഥാനത്ത് തന്നെ ഈ ലോട്ടറി കൊടുക്കേണ്ടി വരും. അടുത്ത ദിവസങ്ങളിൽ ലോട്ടറിയുമായി തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിൽ വിറ്റ ലോട്ടറി തന്നെയാണല്ലോ അല്ലെ, പുറത്തു വിറ്റതല്ല? കേരളത്തിൽ, അതായത് പാലക്കാട്ട് നിന്ന് ധനലക്ഷ്മി എന്ന പേരിൽ 180 ലോട്ടറി എടുത്ത തമിഴ്നാട്ടുകാരനാണ്. അയാൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിറ്റ ലോട്ടറിക്കാണ്. അതായത് എടുത്ത ഈ 180 ലോട്ടറി എടുത്ത ആളും തമിഴ്നാട്ടുകാരനാണ്, ഈ സമ്മാനം അടിച്ച ആളും തമിഴ്നാട്ടുകാരനാണ് എന്നുള്ളതാണ്. ഈ ബമ്പർ സമയത്ത് കൂടുതൽ പാലക്കാട്ട് നിന്ന് നിരവധി ആളുകൾ തമിഴ്നാട്ടുകാർ വന്ന് കൂടിയ അളവിൽ ലോട്ടറി എടുക്കും. 180ഉം 300ഉം 200ഉം ഒക്കെ തന്നെ ലോട്ടറി എടുത്തുകൊണ്ട് പോയി അത് സമ്മാനം മറ്റുള്ളവർക്ക് കൈമാറി പിന്നീട് അത് സമ്മാനം നേടുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ തിരുവോണം ബമ്പർ ഉൾപ്പെടെ അങ്ങനെ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരാൾക്കാണ് ഇപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുന്നത്. സേലം സ്വദേശി എന്നുള്ളൊരു സൂചന, തമിഴ്നാട്ടുകാരനാണ്, സേലം സ്വദേശിയാണെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലോട്ടറി ഏജന്റ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മറ്റു തരത്തിൽ ലോട്ടറിയുടെ പകർപ്പുമായി വന്ന വിവരങ്ങളൊന്നും തന്നെ അദ്ദേഹം പുറത്തു പറയാൻ തയ്യാറല്ല. അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ലോട്ടറി ആസ്ഥാനത്തെത്തി ഈ ലോട്ടറി കൈമാറും എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും കേരളത്തിലുള്ള ആളിനല്ല സമ്മാനം അടിച്ചിരിക്കുന്നത്. 10 കോടിയുടെ ഭാഗ്യവാൻ തമിഴ്നാട്ടുകാരനാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. ശരി, 10 കോടി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. മലയാളികൾ അവരെ കാത്തിരുന്ന പ്രതീക്ഷയോടുകൂടിയായിരുന്നു ലോട്ടറി എടുത്തത്. ആരാണെന്ന് അറിയാൻ കാത്തിരുന്നത്. പക്ഷേ 10 കോടി തമിഴ്നാട്ടിലേക്ക് പോകുന്നു. ബി എൽ അരുണാണ് വിവരങ്ങൾ നൽകിയത്.